കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പിയുമായാണ് തിരുവനന്തപുരം പവർ ഹൗസ് ജംഗ്ഷനിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് ആളുകൾ എത്തുന്നത്. പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് ഈടാക്കുന്ന 20 രൂപ അപ്പോൾ തന്നെ തിരികെ വാങ്ങാനുള്ള തത്രപ്പാടിലാണ് പലരുമുള്ളത്. വാങ്ങിയ ഉടനെ മദ്യം കയ്യിലുള്ള കുപ്പിയിലേക്ക് മാറ്റി മദ്യക്കുപ്പി തിരികെ ഏൽപ്പിക്കുന്നു. പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരികെ എത്തുന്നുണ്ടെങ്കിലും വാങ്ങുന്ന ഔട്ട്ലെറ്റിൽ തന്നെ കുപ്പി നൽകണമെന്ന വ്യവസ്ഥ പ്രതിസന്ധിയാണെന്നാണ് ഭൂരിപക്ഷം ആളുകളുടെയും പരാതിയും വിമർശനവും. അപ്പം തന്നെ കൊടുത്താൽ കിട്ടും അല്ലല്ലോ, അപ്പം തന്നെ കൊടുത്താൽ കിട്ടും കുപ്പി. മുൻകരുതലോടെയാണ് പലരും എത്തുന്നത്. കരുതൽ കുപ്പിയാണ് താരം. മദ്യത്തോടും 20 രൂപയോടും ഒരേ കരുതൽ. ഇവിടെ ചോദിക്കല്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടു ഇവിടെ തന്നെ കുപ്പി മാറിയും പോവാ. പ്ലാസ്റ്റിക് മദ്യക്കുപ്പി തിരികെ നൽകിയാൽ മദ്യത്തിന്റെ വിലയോടൊപ്പം നിക്ഷേപമായി വാങ്ങിയ 20 രൂപ തിരികെ നൽകുമെന്നായിരുന്നു സർക്കാർ തീരുമാനം. ആദ്യഘട്ടത്തിൽ തീരുമാനം നടപ്പിലാക്കിയതും കരുതൽ കുപ്പിയുമായി എത്തിയാണ് ആളുകൾ പ്രതികരണം അറിയിക്കുന്നത്. വാങ്ങേണ്ട താമസം, കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന വേഗത്തിൽ മദ്യം മറ്റൊരു കുപ്പിയിൽ. സ്ഥലവും സാഹചര്യവും ഏതുമാകട്ടെ, നോ പ്രോബ്ലം. അപ്പം തന്നെ കൊടുത്താൽ കിട്ടും അല്ലല്ലോ, അപ്പം തന്നെ കൊടുത്താൽ കിട്ടും കുപ്പി. കാര്യം ചിലർക്ക് ഒട്ടും കോമഡിയല്ല. പഠിക്കാർ എങ്ങനെ ജീവിക്കും? 500 രൂപ ജോലി ഒരു ക്വാർട്ടർ വാങ്ങിച്ചു പോകും. അവർ ഒരു ക്വാർട്ടർ വാങ്ങിച്ചു കുടിച്ചിട്ട് നേരത്തെ കാട്ടക്കട അവയുടെ പോകും. ഈ 20 രൂപ കൂടെ കാവിലെടുക്കും. മദ്യം വാങ്ങിയ അതേ ഔട്ട്ലെറ്റിൽ തന്നെ ബാർകോഡ് പതിച്ച പ്ലാസ്റ്റിക് കുപ്പി നൽകിയാലേ കാര്യമുള്ളൂ. സർക്കാർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇവിടെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമെങ്കിൽ ഈ കേരളത്തിലെ 270ഓളം വരുന്ന ബിവറേജ് ഔട്ട്ലെറ്റുകൾ, ഈ മുഴുവൻ ഔട്ട്ലെറ്റുകൾ എവിടെ നിന്ന് മദ്യം വാങ്ങിയാലും ആ ബോട്ടിൽ അതിൻ്റെ ഈ പറയുന്ന സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അവിടെ സ്വീകരിക്കാനായിട്ട് ഒരു ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഇപ്പൊ കൊടുത്താൽ കിട്ടും ഇങ്ങനെ ഇത് കൊണ്ടുപോയ പ്രശ്നമല്ലേ? കാര്യങ്ങൾ പരസ്യ മദ്യപാനത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. മദ്യം വാങ്ങിക്കാൻ വരുമ്പോൾ അവിടെ നമ്മൾ തന്നെ കൂലിക്ക് ആൾ കൊണ്ടുവരണം. ഒരു ബക്കറ്റ് വേണം, പൊട്ടിച്ച് ബക്കറ്റിൽ ഒഴിച്ചിട്ട് അതിനകത്തൊരു ഗ്ലാസ് കൊടുത്ത് ഇങ്ങനെ നടന്ന് കുടിച്ചോണ്ട്. തീരുമാനത്തിനെതിരെ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും പലരും നല്ല കുട്ടികളായി പ്ലാസ്റ്റിക് മദ്യക്കുപ്പി കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. പദ്ധതി ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബിവറേജസ് ഔട്ട്ലെറ്റുകളിലാണ് നടപ്പിലാക്കിയത്. അടുത്ത മാസത്തോടെ എല്ലായിടങ്ങളിലും നടപ്പിലാകും. പ്ലാസ്റ്റിക് കുപ്പികൾ ഉടനടി തിരികെ നൽകാനുള്ള പല വിദ്യകളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഏതറ്റം വരെ പോകുമെന്നുള്ള ആശങ്കയുണ്ട്. എങ്കിലും വഴിയിൽ വീണ് കിടക്കേണ്ട പല പ്ലാസ്റ്റിക് കുപ്പികളും തിരികെ എത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണക്കുകൾ പുറത്തു വന്നാൽ മാത്രമേ അതിന് വ്യക്തതയുണ്ടാകൂ. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോൾ സർക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. കാരണം പ്ലാസ്റ്റിക് നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാകണം. വഴിയരികിലൊക്കെ തന്നെ ഇങ്ങനെ കുപ്പി കിടക്കുന്നത് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു, മാത്രമല്ല അത് പരിസ്ഥിതി മലിനീകരണത്തിനുമൊക്കെ വഴിവെക്കും. അതുകൊണ്ട് തന്നെ ഇത് നല്ല പദ്ധതിയാണ്. പക്ഷേ വളരെ രസകരമായ കാഴ്ചകളാണ് പല ബിവറേജുകളിലും മുന്നിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരേ വാങ്ങി അതേ ഔട്ട്ലെറ്റിൽ തന്നെ തിരികെ എത്തിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിലുണ്ടാകുന്ന ആശയക്കുഴപ്പം. അപ്പോൾ പൊട്ടിച്ച് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് ചിലർ അടിക്കുന്നു, ചിലർ പൊട്ടിച്ച് മറ്റൊരു കുപ്പിയിലാക്കുന്നു, ആ കുപ്പിയിൽ തന്നെ വീണ്ടും അളവൊഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുകയാണ്. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ നമ്മോടൊപ്പം ചേരുന്നു. ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റിൻ്റെ പ്രതിനിധിയാണ്. പ്രസാദ് കുരുവിള KCBC മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, ഈ കാഴ്ചകൾ കണ്ടുവല്ലോ, വളരെ രസകരമെന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അപകടാവസ്ഥകളും ഉണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചുള്ള സർക്കാർ ഒരു നല്ല ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി കൊണ്ടുവന്ന ഒരു പദ്ധതിയുമാണ്. അപ്പോൾ ഇതിനകത്തൊരു ആശയക്കുഴപ്പങ്ങൾ മാറ്റണം. വന്ന പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഈ റിപ്പോർട്ട് കാണുമ്പോൾ ഫിലിപ്പോസ് പടിക്കലിന് എന്ത് തോന്നുന്നു? ഇത് നല്ലൊരു തീരുമാനമായിട്ടാണ് ഒരുപക്ഷെ സർക്കാരും ബിവറേജസും കൊണ്ടുവന്നതെങ്കിലും ഇത് മുന്നോട്ട് ഇതിൻ്റെ പ്രവർത്തനം നടന്നു പോകുമ്പോഴത്തേക്ക് അത് അരാജകത്വം സൃഷ്ടിക്കും. ഒരിക്കലും ഇത് സക്സസ് ആവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വാങ്ങുന്ന കുപ്പി ഇപ്പം നമ്മളിപ്പോൾ വിഷ്വലിൽ കണ്ടത്, ഈ സാധാരണ ഔട്ട്ലെറ്റുകളിൽ വാങ്ങിച്ചു, അത് വേറെ കുപ്പിയിലേക്ക് പകർന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് കുടിച്ചോ തീർത്തിട്ട് തിരിച്ചു കൊടുക്കും. ഇതിനകത്തെ നിയമത്തിൻ്റെ അപാകതകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇപ്പം തൃശ്ശൂരും കണ്ണൂരും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഔട്ട്ലെറ്റുകളിൽ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ കൊടുക്കണം. അപ്പോൾ ഈ കുപ്പി അവിടെ കൊടുക്കുന്ന സാധാരണക്കാർ കൊടുത്തിരിക്കും, സമയമുള്ളവർ അവിടെ കൊടുത്തിട്ട് പോകും. അതൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും പബ്ലിക്കിനും
അതിലെ വേറെ വാങ്ങാൻ വരുന്നവർക്ക് എല്ലാ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ വിഷയം കാണുന്നില്ലേ, ആ സൈഡിലൊക്കെ നിന്ന് അല്ലെങ്കിൽ കോറിഡോറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കോണിപ്പടിയുടെ അടിയിലൊക്കെ നിന്ന് ഇത് വേറെ കുപ്പിക്കകത്ത് നിറച്ച് അന്നേരം കൊടുത്ത് 20 രൂപ വാങ്ങിക്കൊണ്ട് പോകും. അതൊന്ന്. മറ്റുള്ളത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ദൂരസ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കഴിക്കുന്നവർ ഈ കുപ്പി തിരിച്ചിവിടെ കൊണ്ടുത്തരണമെന്നില്ല. ഇതൊരു കൊള്ളയാണ്. അപ്പോൾ 20 രൂപ വീതം കുപ്പിയിൽ വാങ്ങിയിട്ട് ഇതൊരു ലാഭം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായിട്ടേ മാറുള്ളൂ. അതാണ് ഉദ്ദേശം. അല്ലാതെ പ്ലാസ്റ്റിക് ഈ കുപ്പികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റാനാണെങ്കിൽ വേറെ എന്തെല്ലാം സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൽ വരുന്നുണ്ട്. ഇതിന്റെ ഫലം ഒരു പക്ഷേ അധികം കാണില്ല എന്നാണ് താങ്കൾ പറയുന്നത്. കാരണം അതിൽ ഈ ഒരു മദ്യപാനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇവിടുന്ന് വാങ്ങി ഇപ്പോൾ തിരുവനന്തപുരത്ത് പവർ ഹൗസിൽ റോഡിൽ നിന്നാണ് വാങ്ങിക്കുന്ന ദൃശ്യം. ഞാനങ്ങ് നെയ്യാറ്റിങ്കര പോവാണ്. ഞാൻ നെയ്യാറ്റിങ്കര പോകുന്ന വഴി വീട്ടിൽ ചെന്ന് കുടിക്കണം. വൈകുന്നേരം വീട്ടിൽ ചെന്ന് അടിച്ചതിന് ശേഷം ഈ കുപ്പി, അത് ക്വാർട്ടറിന് കുപ്പിയാണെങ്കിൽ 20 രൂപ കൊടുക്കണം, പൈൻറ്റിൻ്റെ അരയുടെയൊക്കെ കുപ്പിയാൽ 20 രൂപ കൊടുക്കണം. അപ്പോൾ അതുമായിട്ട് പിറ്റേന്ന് രാവിലെ അതൊക്കെ വാങ്ങി അത് കൊണ്ടുവന്ന് ഈ വാങ്ങിയ കടയിൽ തന്നെ കൊടുക്കുമോ? അതൊരു യാതൊരു കാരണവശാലും പ്രായോഗികമല്ല, പ്രാക്ടിക്കബിൾ അല്ലതേ. അതറിയാം, സർക്കാരിനും അറിയാം, ബിവറേജസിനും അറിയാം. 20 രൂപയ്ക്ക് ഒരു ക്വാർട്ടർ ബോട്ടിൽ എന്ന് പറയുന്നത് എന്നാ വലിപ്പമുണ്ട്. ആ ക്വാർട്ടർ ബോട്ടിലും ചുവന്നുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കാമെന്ന് പറയാം, അതും ആ വാങ്ങുന്ന കടയിൽ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അതുകൊണ്ട് അത് ലാഭമാണ് ബിവറേജസിന്. ഒരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ഒരു തന്ത്രം എന്നുള്ളത് മാത്രമേ ഒരു തന്ത്രമാണത് ബിവറേജസ് കോർപ്പറേഷൻ. ഞാൻ എല്ലാ കാര്യത്തിലും ബിവറേജസ് കോർപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവർക്ക് ഇതുപോലുള്ള തന്ത്രങ്ങൾ മറ്റു കാര്യങ്ങൾ എന്തുകൊണ്ട് ഓൺലൈനിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് ഓൺലൈൻ കൊണ്ടുവരാത്ത, ഓൺലൈൻ കച്ചവടം കൊണ്ടുവരാത്തില്ല, ലാഭമുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു 50 രൂപ ഇപ്പോൾ ഓൺലൈനിൽ ഒരു ബോട്ടിൽ വിൽക്കുമ്പോൾ ഈ 20 രൂപയ്ക്ക് പകരം 50 രൂപ വെച്ചോളൂ. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ പ്രീമിയം ബ്രാൻഡുകളല്ല. എല്ലാ പ്രീമിയം ബ്രാൻഡുകളും കാശുള്ളവർ വാങ്ങിച്ച് കഴിക്കുന്ന പ്രീമിയം ബ്രാൻഡുകളെല്ലാം ഗ്ലാസ് ബോട്ടിലാണ്. മറ്റുള്ളവർ ഇപ്പോൾ സാധാരണക്കാർ വാങ്ങുന്നതാണ് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ, വില കുറഞ്ഞ മദ്യമാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വരുന്നത്. അപ്പോൾ അവരുടെ നിന്ന് 20 രൂപ വാങ്ങുക, അത് വലിയൊരു ഒരു ഇടതുപക്ഷ സർക്കാർ. ഫിലിപ്പോസ് പടിക്കൽ, ഇത് തമിഴ്നാട് മോഡൽ എന്നാണ് പറയുന്നത്. തമിഴ്നാട് മോഡൽ, ആ തമിഴ്നാട് മോഡലും ഇവിടുത്തെ സാഹചര്യം കൂടെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രായോഗിക തലത്തിലാണോ നമ്മുടെ പ്ലാസ്റ്റിക് മുക്തിയാണോ ലക്ഷ്യം, അതോ പണക്കൊതിയാണോ? പണക്കൊതി തന്നെയാണ്. തമിഴ്നാട് മാതൃകയിലാണെങ്കിൽ അവിടെ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ കഴിക്കാൻ സ്ഥലമുണ്ട്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഔട്ട്ലെറ്റുകളിലൊക്കെ നിന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഒഴുക്കി കൊടുക്കുന്നുണ്ട്. ഒരു ടേബിളും കാണും, ഗ്ലാസ് അവിടെ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, കുപ്പിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവർ കഴിക്കാം. അവിടെ ടച്ചിങ്സും കൊടുക്കുന്നുണ്ട്. അത് വിലയ്ക്ക് വാങ്ങിച്ച് കഴിക്കാവുന്ന സൗകര്യമുണ്ട്. ഇവിടെ എവിടെ നിന്നാണ്? ഇവിടെ ഇതുപോലെ കോവണിപ്പടിയിലും മറ്റ് ബസ് സ്റ്റാൻഡിലും ബസ്സിൻ്റെ കേടായി കിടക്കുന്ന ബസ്സിൻ്റെയും ലോറിയുടെയൊക്കെ പുറകെ പോയി വേണ്ടേ കഴിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടേ കുപ്പി കൊടുക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും സമൂഹത്തിൽ. അത് പിൻവലിക്കണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. ഇപ്പം കണ്ണൂരും ആണെങ്കിൽ തിരുവനന്തപുരത്താണ് ഇപ്പം ഇന്ന് തുടങ്ങി, അല്ലെങ്കിൽ എത്ര ദിവസമായി തുടങ്ങിയിട്ട് എത്ര കുപ്പി കിട്ടുമെന്ന് കണക്ക് കൂട്ടും. എത്ര കുപ്പി വിൽക്കുന്നുണ്ട്? 20 ലക്ഷം കുപ്പിയോളം വിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു 15 ലക്ഷം കുപ്പി പ്ലാസ്റ്റിക്കാണ്. അതിൽ എത്ര കുപ്പി കിട്ടുമെന്ന് നോക്കിയാൽ മതിയല്ലോ. അതിൻ്റെ ഇൻകം വരുന്ന ഒരു കുപ്പിയിൽ 20 രൂപ വെച്ചുമ്പോൾ 2 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം കുപ്പി ഒരു ദിവസം വിൽക്കും. ആ എത്ര ലക്ഷം രൂപയാണ് ബിവറേജ് കോർപ്പറേഷനും കിട്ടുന്നത്? ഇത് കൊള്ള തന്നെയാണ് സാധാരണക്കാരനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന. ആ 20 രൂപ വേറെ ഈ കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ 20 കൊടുക്കും. വേണ്ട, ഞങ്ങൾക്ക് കുപ്പിയേ വേണ്ട, ഞങ്ങൾ കുപ്പി കൊണ്ടുവരാം, ഒരു പാത്രം കൊണ്ടുവരാം. പണ്ടൊക്കെ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് കൊടുത്തോളെ പാത്രം കൊണ്ടുപോകാം, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 20 രൂപ കുറച്ച് കൊടുക്കുമോ? ഇപ്പം 600 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു മദ്യം ഞങ്ങൾ കുപ്പി കൊണ്ട് ഞാൻ മദ്യം ഒഴിച്ചുകൊണ്ട് പോവുകയാണ് അവിടുന്ന്. എനിക്ക് കുപ്പിയേ വേണ്ട നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ 20 രൂപ കുറയ്ക്കുമോ? അതാണ് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. മനുഷ്യന്, സമൂഹത്തിലെ സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതുപോലെ ബസ് സ്റ്റോപ്പിലും ഇതുപോലൊക്കെ മറിഞ്ഞു നിന്നത് ഇപ്പോൾ ഈ വിഷുവിൽ കാണുന്നത് പോലെ തന്നെ മറിഞ്ഞു നിന്ന് ഇത് കൊഴിച്ചുകൊണ്ട് പോകും. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് എല്ലാവരും അങ്ങോട്ട് ആകുമ്പോൾ ഈ കേരളം മുഴുവൻ ഔട്ട്ലെറ്റുകളിലാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് സർക്കാർ ഈ ബിവറേജസ് ആലോചിക്കേണ്ടതാണ്. ഇത് ബിവറേജ് ചെയ്യേണ്ട കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുക, കൂടുതൽ ഈ ഓൺലൈൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം തന്നെ അമിതമായ വിലയാണ് ഈടാക്കുന്നത്. എത്രയോ ഇരട്ടി വിലയാണ്, ടാക്സുമാണ് ഇവർ ഈടാക്കുന്നത്. അതുപോലെ പിന്നെ ഈ 20 രൂപയുടെ വാങ്ങിച്ച് പാവപ്പെട്ടവൻ്റെ, സമ്പന്നന്മാർ ബാറിരുന്ന് കഴിക്കുന്നവരും അല്ലെങ്കിൽ ക്ലബ്ബിൽ പോകുന്നവർക്കും ഇത് ബാധകമല്ല. ഈ പാവപ്പെട്ട സാധാരണക്കാരനായ ആൾക്കാരാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുള്ള വില കുറഞ്ഞ മദ്യം വാങ്ങുന്നത്. അവർക്കാണ് ഈ 20 രൂപ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചൊരു നിലപാടല്ല ഇപ്പോൾ ഈ തീരുമാനങ്ങൾ. ഒരിക്കലും ശ്രീ പ്രസാദ് കുരുവിള, KCBCയുടെ നിലപാട് എന്താണ്? കാരണം ചെറിയ അളവിലാണെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമാണ്, വലിയ അളവിലാണ് ആണെങ്കിൽ ഇപ്പോൾ എന്താണ് പല സ്ഥലങ്ങളിലും കാണുന്നത്, ഈ കുപ്പിയെ പൊട്ടിച്ച് വെള്ളം പോലും ഒഴിക്കാതെ ഒറ്റ അടിക്കുന്ന ആളുകളെയും കാണാനുണ്ട്. കാരണം ആ 20 രൂപയിലാണ് പലരുടെയും കണ്ണ്. കാരണം മലയാളികളെ സംബന്ധിച്ചോളം, ശരാശരി ആളുകളെ സംബന്ധിച്ചോളം അവൻ്റെ കയ്യിൽ നിന്നും ഒരു കീശയിൽ നിന്നും പണം അനാവശ്യമായി ചിലവാക്കാൻ പോകുന്നതിലൊരു ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ 20 രൂപ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഈ ഔട്ട്ലെറ്റിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ കുടിച്ചങ്ങ് തീർക്കുകയാണ്. അല്ലെങ്കിൽ ചിലർ അതിനകത്ത് കുപ്പിയിൽ പകർന്നു കൊണ്ടുപോകുന്നു. അതിന് മറ്റൊരു അപകടമുണ്ട്. വാങ്ങിച്ച് വീണ്ടും അളവിൽ ഒഴിച്ചു കൊണ്ടുപോകുന്ന ഈ ആള് പോകുന്ന വഴിക്ക് വല്ല പോലീസ് പിടിക്കുകയോ അല്ലെങ്കിൽ ചെയ്താൽ എന്താണ്? അതിന് ബില്ലോ അല്ലെങ്കിൽ എന്താ, കുപ്പിയില്ല, കാണിക്കാനൊരു കുപ്പിയില്ല, കുപ്പി തിരിച്ചു കൊടുത്ത് കൂടുതൽ അളവിൽ മദ്യം നിറച്ച് കൊണ്ടുപോവുകയാണ്. അതും ഒരു നിയമപ്രശ്നമാണ്. അപ്പോൾ KCBC
ഈ സർക്കാരിൻ്റെ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ 2 ഔട്ട്ലെറ്റുകൾ നടപ്പാക്കിയ ഈ പരിഷ്കരണത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദൈവസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണമെന്നുള്ള ചിന്ത സർക്കാരിന് എന്നും എക്കാലത്തും ഉണ്ട്. ഈ ഒരു കാര്യം ബോധ്യപ്പെടാത്ത ഏക വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പാവപ്പെട്ട മദ്യപിക്കുന്ന സഹോദരങ്ങളാണ്. നമുക്കറിയാം, ഈ വിൽക്കുന്ന മദ്യം അതിന്റെ നിർമ്മാണ ചെലവും അതിന്റെ മറ്റുള്ള ചെലവുകളെല്ലാം വന്നാലും വളരെ കുറവായിരിക്കും. പക്ഷെ 800-ഉം 1000-ഉം അല്ലെങ്കിൽ 700-ഉം ഒക്കെ വൻ തുകയ്ക്കാണ് ഇവരെ മദ്യം വിറ്റ് ഇവരുടെ പണത്തെ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇത് ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമാണ്. സർക്കാരിന്റെ ചൂഷണം ഈ കാര്യത്തിൽ നടക്കുന്നു. 20 രൂപ അഡ്വാൻസ് വാങ്ങി അവസാനം ആളുകൾ കുപ്പി തിരിച്ചു കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ സ്പോട്ടിൽ അടിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയും ചെയ്യാം. ഇപ്പൊ എന്താണെങ്കിലും നമുക്കറിയാം, 920 കോടിയിലധികം രൂപയുടെ മദ്യം 2-3 ദിവസങ്ങൾ കൊണ്ട് അടിച്ചു തീർത്ത ആളുകളാണ് നമ്മുടെ പാവപ്പെട്ട മദ്യപ സഹോദരങ്ങൾ. നിശ്ചയമായും അതൊരു വലിയ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. മനുഷ്യന്റെ മദ്യാസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യാൻ എങ്ങനെ ചൂഷണം ചെയ്യാം എന്ന് നമ്മുടെ സർക്കാരിന് കൃത്യമായിട്ടറിയാം. മദ്യാസക്തി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണെന്ന് ലോകാരോഗ്യ സംഘടന മുൻപേ 1956 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രോഗാവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ്. മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന പണം, ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ പോലും 800-1000 രൂപ കിട്ടിയാൽ ആ 800 അല്ലെ 1000 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് 3/4 പങ്കും മദ്യപിച്ചിട്ട് പ്രസാദ് കുരുവിള പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആശ്ചര്യം തോന്നും. ഒന്ന് പരിസ്ഥിതി പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നം ഒരു സൈഡിൽ, മറ്റിടത്ത് പരിസ്ഥിതി പ്രശ്നം. നിശ്ചയമായിട്ട് പരിസ്ഥിതി വലിയ പ്രശ്നമാണ്. നമുക്ക് ഹരിത കർമ്മസേനയുണ്ടല്ലോ, ഹരിത കർമ്മസേനയുണ്ട്, ആക്രി പെറുക്കുന്നവരുണ്ട്, പല വിഭാഗക്കാരുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇവിടെ നിന്നുള്ള 20 രൂപ മുൻകൂർ വാങ്ങിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? മുൻകൂർ വാങ്ങിച്ചാൽ അവിടെ ഫിലിപ്പോസ് ചേട്ടൻ പറഞ്ഞതുപോലെ അത് തിരിച്ച് അവിടെ ആളുകൾ കുപ്പി ഏൽപ്പിക്കണമെന്നില്ല. മറിച്ചൊന്ന് അവിടെ വെച്ച് തന്നെ ആ സ്പോട്ടിൽ തന്നെ കഴിച്ചതിന് ശേഷം അവിടുന്ന് വാഹനം ഓടിച്ചു പോവുകയും അല്ലെങ്കിൽ അപകടങ്ങൾ വരുത്തി വെക്കാനുള്ള ഒക്കെ ഉള്ള വളരെയേറെ സാധ്യതകളുണ്ട്. അപ്പൊ ഏത് വിധേനയും പണം ഉണ്ടാക്കുക എന്നൊരു ചിന്ത മാത്രം സർക്കാർ ഓരോ പരീക്ഷണവും സർക്കാരിന്റെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഓൺലൈൻ ഡോർ ഡെലിവറി എന്ന് പറയുന്നതും പരാജയപ്പെട്ടു. KSRTC-അനുബന്ധിച്ച് അതിന്റെ ഒഴിഞ്ഞെടുക്കുന്ന ബിൽഡിങ്ങിൽ വെബ്കോഡ് ഷോറൂം കൊണ്ടുവരുന്ന കാര്യങ്ങൾ പരാജയപ്പെട്ടു. സർക്കാരിന്റെ ആ വക കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക പ്ലാനിങ് ഇല്ലാതെയുള്ള മുന്നോട്ട് പോക്കുക. എങ്ങനെ മനുഷ്യനെ ചൂഷണം ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട. ഇപ്പൊ കള്ളുഷാപ്പുകൾ നോക്കിയേ, കള്ളുഷാപ്പുകളിലൊക്കെ കടുത്ത അബ്കാരി നിയമ ലംഘനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകൾ പോലെ പ്രവർത്തിക്കുകയല്ലേ. ഒരു ഔട്ട്ലെറ്റിൽ ശരാശരി ഒരു ഔട്ട്ലെറ്റിൽ 1000 പേര് മദ്യം വാങ്ങുന്നത് നമ്മളൊന്ന് അനുമാനിക്കുക. അതിൽ എത്ര പേർ ഈ തിരികെ കുപ്പി കൊണ്ടുവരാൻ തയ്യാറാകും? വളരെ ചുരുക്കം വരെ ഉണ്ടാവുള്ളൂ. കാരണം വാഹനത്തിൽ വന്നിട്ട് വാങ്ങിച്ചോണ്ട് പോകുന്നയാള് അത് വാങ്ങിച്ചോണ്ട് പോവുകയുള്ളൂ. 1000 രൂപ മുടക്കാൻ അല്ലെങ്കിൽ 800 രൂപ മുടക്കാൻ 500 രൂപ മുടക്കാൻ തയ്യാറുള്ളവൻ അവന് 20 രൂപ വലിയ വിഷയമായിരിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ 20 രൂപ കയ്യിൽ നിന്ന് കളഞ്ഞിട്ട് അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോവുകയുള്ളൂ. അതിനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ ആ വിധത്തിലും ഈ മദ്യപനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്. അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ പറയുമ്പോൾ KCBC മദ്യപന സമിതി പറയുമ്പം ഈ വലിയ വൻനിരക്കിലുള്ള മദ്യപാനം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഈ കേരള സംസ്ഥാനത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം മദ്യവിൽപ്പനയും മദ്യ ഉപയോഗം നടന്നൊരു കാലഘട്ടമില്ല. ആ കാലഘട്ടത്തിന് ഓണത്തിന്റെ കാലഘട്ടത്തിൽ 2-3 ദിവസക്കാലം കൊണ്ട് തന്നെ 920 കോടി രൂപയുടെ മദ്യം ആളുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അതിനിടയിൽ എത്ര മരണങ്ങൾ, എത്ര കൊലപാതകങ്ങൾ നടന്നു. അപ്പൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായില്ലേ തിരുവനന്തപുരത്തടുത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയും മദ്യം വിൽക്കുക, എങ്ങനെയും മദ്യം വിറ്റ് പണം ഉണ്ടാക്കുക എന്നൊരു പ്രത്യേക നയം, ഒരു ദയനീയ നയം നമ്മുടെ സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. അത് പാവപ്പെട്ട ജനത്തിന്റെ കയ്യിലിരിക്കുന്ന പണം, മദ്യാസക്തന്റെ പണത്തെ ചൂഷണം ചെയ്യുക, അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ഒരു വലിയ ദയനീയപരമായ ഒരു കാര്യമാണ്, വിരോധാഭാസമാണ്. മദ്യം വിറ്റ് പണം കൊണ്ട് ഭരിക്കുന്ന ഒരു സർക്കാരായി കേരളം മാറിയിരിക്കുന്നു. മറ്റേത് സംസ്ഥാനത്തുണ്ട് ഇത്രയധികം മദ്യം വിറ്റ 2-3 ദിവസക്കാലം കൊണ്ട് മദ്യം വിറ്റ ഒരു സർക്കാർ? തീർച്ചയായും അതാണ് ശ്രീ ഫിലിപ്പോസ് പടിക്കൽ. അവസാനമായി
ഇക്കാര്യത്തിൽ എന്താണ് ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത്? കാരണം പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പരിഷ്കരണ പ്രക്രിയ മുന്നോട്ട് വയ്ക്കുകയാണ്. അത് 2 ഇടങ്ങളിലാണ്, കണ്ണൂരിലും തിരുവനന്തപുരത്തും ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ അത് തിരികെ എത്തണം എന്ന ഒരു സന്ദേശത്തോടു കൂടിയാണെങ്കിൽ ഇതിലെന്ത് പരിഷ്കരണം, അടിമുടി മാറ്റം വേണമെന്നാണ് താങ്കൾക്ക് പറയാനുള്ള അവസാനം? ഇത് പരിസ്ഥിതി പ്രശ്നമാണെന്ന് വിചാരിച്ചാൽ ഈ മദ്യക്കുപ്പി മാത്രം അല്ല വഴി കിടക്കുന്നത്, വേറെ എല്ലാ കുപ്പികളും കിടപ്പുണ്ട്, വെള്ളത്തിൻ്റെ കുപ്പികളുണ്ട്, ഒരുപാട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വേറെയും കിടപ്പുണ്ട്. അത് ഈ മദ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല പ്രശ്നം. അതിൽ രണ്ടാമത് ടെട്രാ പാക്ക് ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ടെട്രാ പാക്കിൽ മദ്യം കൊടുക്കുന്നുണ്ട്. ഈ കാർട്ടർ ബോട്ടിലും പൈൻറ്റും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ടെട്രാ പാക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ. പിന്നെ ഈ KCBCയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഇത് കൊള്ളയാണെന്ന് ഉള്ളത് ഞാനും സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു പ്രസ്ഥാനം കൊള്ളയാണ്. പക്ഷേ ഈ ഓൺലൈൻ ഒരു പരാജയമാണെന്ന് അത് ഓൺലൈനെ ഇവർ എതിർത്തതാണ്. KCBC KSRTCയുടെ ബസ് സ്റ്റാൻഡിൽ ഒഴിഞ്ഞു കിടക്കുന്ന മുറികളിലേക്ക് ഈ മദ്യശാലകൾ കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു തീരുമാനം എടുത്തതിനെയും എതിർത്ത KCBC ആണ്. ഏതെങ്കിലും നല്ല കാര്യങ്ങൾ KCBC കൊണ്ടുവന്നാൽ, സർക്കാർ അല്ലെങ്കിൽ ബെഫ്കോ കൊണ്ടുവന്നാൽ അതിനെ എതിർക്കുന്നതാണ് KCBC. ഏതായാലും ഇതിനോട് ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എനിക്കും യോജിപ്പാണ്. ഇതൊരു കൊള്ള തന്നെയാണ്. ഇത് നടപ്പിലാക്കിയാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കേരളം മുഴുവനാകുമ്പോൾ. ഇപ്പം തിരുവനന്തപുരത്ത് ഒരു ഷോപ്പിൻ്റെ വാതിക്കലാണ് നമ്മളിത് കണ്ടത്. ഇത് ഇനി എല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കുമ്പോൾ എല്ലാവരും ബുദ്ധിശാലികളാണ്. ഈ മലയാളികൾ, സാധാരണക്കാർ, ഈ രാവിലെ മുതൽ മദ്യപിക്കുന്നവരെ തീർച്ചയായിട്ടും അവരിങ്ങനെ തന്നെ കൊണ്ടുവരും. സാധാരണക്കാരൻ പണിക്ക് പോകുന്നതിനൊക്കെ ഈ കുപ്പിയും കൊണ്ട് വന്നിട്ട് അവിടെ തന്നെ വാങ്ങിച്ചു. ഒരുപക്ഷെ അവിടെ കൊടുത്തിട്ട് എനിക്ക് കുപ്പി വേണ്ട, ഇതിലോട്ട് ഒഴിച്ചു തന്നാൽ മതി എന്ന് പറയുന്ന കാലം വരാൻ പോവുകയാണ്. ഞാൻ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്, 1 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1/2 ലിറ്ററിൻ്റെ, അതിൻ്റെ അകത്തേട്ട് ഒഴിച്ചാൽ എനിക്ക് നിങ്ങളുടെ കുപ്പി വേണ്ട എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേ മുന്നോട്ട് പോയാൽ അത് വലിയ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും തന്നെ, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും തന്നെയാണ് ഞാൻ പറയുന്നത്. സർക്കാർ ചെയ്യേണ്ടത് ഈ 20 രൂപ എന്നുള്ള പിൻവലിച്ചിട്ട് ഇവർക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ കൊടുക്കുക, കൂടുതൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങുക, ഓൺലൈന്. അതുപോലെ തന്നെ ഔട്ട്ലെറ്റുകൾ ഈ KSRTC അദ്ദേഹം പറഞ്ഞത് KSRTCയിൽ ഒഴിഞ്ഞു കിടക്കുന്ന മുറികളിലൊക്കെ തുടങ്ങാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈകോയുടെ റേഷൻ കടകളിൽ കൂടെ ഇത് കൊടുത്താൽ മതി. ഈ തിരക്കുകളൊക്കെ ഒഴിവാക്കി സാധാരണക്കാരന് ആവശ്യമുള്ള വാങ്ങിച്ചു പോയി കഴിക്കും. പിന്നെ ഇത് ഈ ഓണം വിൽപ്പന കൂടി ആൾക്കാർ കൂടി എന്ന് പറയുന്നതോടും യോജിപ്പില്ല. കഴിഞ്ഞ ഓണത്തിനെക്കാട്ടിലും 60% വില കൂടുതൽ ഈ പ്രാവശ്യം ഉള്ളത് കൊണ്ടാണ് അത്രയും വലിയൊരു റവന്യൂ വരുമാനം കൂടുതൽ ഈ ബെഫ്കോയ്ക്ക് ഉണ്ടായത്. അല്ലാതെ അതിൽ കൂടുതൽ ആൾക്കാർ കുടിച്ച് മുടിഞ്ഞതല്ല. അത് വിലയിലുള്ള വ്യത്യാസം കൊണ്ട്, വിലയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇത്രയും വലിയ റവന്യൂ വരുമാനം കൂടിയത്. അല്ലാതെ ഒരുപാട് പേര് ആൾക്കാർ കൂടിയതല്ല എന്നുള്ള കാര്യം ആ സുഹൃത്തിനോട് പറയട്ടെ. ശരി, വളരെയധികം നന്ദി ശ്രീ ഫിലിപ്പോസ് പടിക്കലൊപ്പം പ്രസാദ് കുരുവിള. അപ്പോൾ ഈ കുപ്പി കാലിയാക്കി 20 രൂപ അതിൽ കണ്ണ് വെച്ചുകൊണ്ട് ആരോഗ്യം കളഞ്ഞ് സാമൂഹ്യ അന്തരീക്ഷം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു തത്രപ്പാടിലേക്ക് മദ്യപാനികൾ പോകാതിരിക്കട്ടെ.